ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഓണത്തിനും ഞാൻ മാങ്ങാപ്രഥമൻ തന്നെ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിള്ളാരോണമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. കർക്കിടകത്തിലെ തിരുവോണമാണല്ലോ നമ്മൾ എല്ലാ വർഷവും പിള്ളാരോണമായിട്ടൊക്കെ ആഘോഷിക്കുന്നത്. കുട്ടികൾക്കൊക്കെ എല്ലാവരും പരിപ്പും പപ്പടവും പായസവും ഒക്കെ കൂട്ടി ചോറ് കൊടുക്കാറുണ്ടല്ലോ. എല്ലാ വർഷവും ഞാൻ പിള്ളാരോണത്തിന് അങ്ങനെ ചെയ്യാറുണ്ട്. ഈ വർഷം പിള്ളാരോണം പകൽ ഓർത്തില്ല, രാത്രിയിലാണ് പെട്ടെന്ന് ഓർത്തത് പിള്ളാരോണം ആണല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചുണ്ടാക്കിയ ഒരു പായസമായിരുന്നു. മാങ്ങയുടെ ഈ ഒരു വർഷം ഒരുപാട് വിഭവങ്ങൾ, മാങ്ങ കുമ്പിളപ്പം, മാങ്ങ വരട്ടിയത്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു മഴക്കാലത്താണെങ്കിലും ഒരുപാട് വെറൈറ്റിയിലുള്ള മാങ്ങകളൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. എന്നാലും കുറച്ച് ടേസ്റ്റ് ഒക്കെ, കാരണം വെള്ളം ഒക്കെ പിടിച്ച് വരുന്നുണ്ട് മാങ്ങയിലൊക്കെ. എന്നാലും നല്ല മാങ്ങകളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഒരു മാങ്ങ കൊണ്ട് തന്നെ മാങ്ങയും ചൗവരിയും ചേർത്തുള്ള ഒരു പ്രഥമൻ പായസം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത്. ചൗവരി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലാണ് അത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചത് കൊണ്ട് തന്നെ ചൗവരി ഓൾമോസ്റ്റ് ഒരു 85-90% വെന്തും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇനി നേരിട്ട് ഈ ഒരു ശർക്കരയിലേക്ക് ചൗവരി ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പായസമൊക്കെ വെക്കുമ്പം നേരിട്ട് ശർക്കരയിലേക്ക് ആ ഒരു അടയാണെങ്കിലും ചൗവരിയാണെങ്കിലും പരിപ്പാണെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പം ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു കുക്ക്ഡായിട്ടൊക്കെ കിട്ടിയത് കൊണ്ടാണ് നേരിട്ട് ആ ഒരു ശർക്കരയിലേക്ക് തന്നെ ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലിലൊക്കെ വേവിച്ചിട്ട് ശർക്കര പാനിയാക്കിയാണ് സാധാരണ ഇന്നത്തെ പായസത്തിലൊക്കെ ചേർക്കുന്നത്. ഇത് പിന്നെ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടിയ ഒരു പായസം കൂടെ ആയതുകൊണ്ട് ശർക്കരയിലേക്കാണ് നേരിട്ട് ചൗവരി ചേർത്തിട്ടുള്ളത്. മിക്കവാറും ഞാൻ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആയിരുന്നു പായസം ഉണ്ടാക്കുന്നത്. ഇന്നിപ്പം ഈ ഒരു കോപ്പർ ബോട്ടമാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് അടിയിൽ പിടിച്ചു പോകാനുള്ള സാധ്യത 100% ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 1-2 തിള വരുന്നത് വരെ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഓൾമോസ്റ്റ് ആ ഒരു ചൗവരി ശർക്കരയും ഒക്കെ ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങ ഞാനൊന്ന് ജസ്റ്റ് ആ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചിട്ട്, എല്ലാ മാങ്ങയും അങ്ങനെ ഉടച്ചിട്ടില്ല, അങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കണം അങ്ങനെയില്ല. കാരണം പ്രഥമനൊക്കെ അടപ്രഥമനാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പം കുറച്ചൊരു അട ഇങ്ങനെ നമുക്കൊന്ന് ചെറുതായിട്ട് വായിൽ തടയുന്നത് പോലെ കഴിക്കുന്നത് അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ എല്ലാ മാങ്ങ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടില്ല. കുറച്ച് മാങ്ങ ആ തവി കൊണ്ടൊന്ന് ജസ്റ്റ് ഉടച്ചിട്ട് കുറച്ച് പീസസ് അതുപോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്ന ചൗവരി ആ ഒരു ശർക്കര പാനിയിൽ നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ എന്ന് പറയുന്നതും ഒരുപാട് വേവൊന്നുമുള്ള നല്ല പഴുത്ത മാങ്ങയല്ലേ, അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. പിന്നെ ശർക്കര പാനിയിൽ നമ്മളിത് വേവിച്ചെടുത്തത് കൊണ്ട് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള തേങ്ങാപ്പാലുകളൊന്നും എടുത്തിട്ടില്ല. നന്നായിട്ട് കുറുകിയിട്ടുള്ള 1-ാം പാല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഓൾമോസ്റ്റ് ചൗവരിയും മാങ്ങയും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഉള്ള ഒരു പാകമായി കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ ഒരു നല്ല കട്ടിക്കുള്ള 1-ാം പാലും കൂടെ ചേർത്ത് ഇളക്കിയെടുത്താൽ മതിയായിരിക്കും. നന്നായിട്ട് തന്നെ കുറുകിയ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ ആ ഒരു തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പം ആ ഒരു പായസത്തിൻ്റെ കളറ്
നമ്മുടെ ശർക്കരയിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറി വന്നിട്ടുണ്ടായിരുന്നു. ഒരു മഞ്ഞ കളറൊക്കെ പോലെയായിരുന്നു. ആ മാങ്ങയുടെ കളറായിരുന്നു എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ശർക്കരയുടെ കളർ കുറച്ചേറെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ നമ്മൾ ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് കഴിച്ചു നോക്കിയപ്പോഴും നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ പിന്നെ മാങ്ങയും ശർക്കരയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ, സാധാരണ നമ്മൾ പരിപ്പ് പ്രഥമൻ, അടപ്രഥമൻ ഇതൊക്കെ ചെയ്യുമ്പം ഏത്തപ്പഴം കൊണ്ടുള്ള ഏത്തപ്പഴത്തിനും അത്രയ്ക്ക് മധുരം ഉണ്ടാവാറില്ലല്ലോ മാങ്ങയുടെ അത്രയും. മാങ്ങ എന്ന് പറഞ്ഞാൽ അതിമധുരമാണ്. നമുക്ക് നന്നായിട്ട് വിളഞ്ഞ് പഴുത്ത് കിട്ടുന്ന മാങ്ങ എന്ന് പറയുമ്പോൾ നല്ല മധുരം തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അത്രയും നല്ല മധുരത്തിൻ്റെ കൂടെ ഒരുപാട് ശർക്കരയും കൂടെ ചേർത്ത് ഒത്തിരി അങ്ങ് മധുരമായി പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ശർക്കര മാത്രം ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ആ ഒരു കട്ടിക്കുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പം ആ ഒരു ശർക്കരയുടെ കളറിൽ നിന്ന് കുറച്ചധികം മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മളുടെ സാധാരണ ചേർക്കുന്നത് പോലെ തന്നെ ചുക്കും ഏലക്കാപ്പൊടിയും പിന്നെ നമ്മൾ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തും കുറച്ച് കപ്പലണ്ടിയും കൂടെ, നമ്മൾ ഈ ഒരു ശർക്കര പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു കപ്പലണ്ടിയും കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റൊക്കെ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് കുറുകി ഒക്കെ ആ ഒരു കളറും കുറച്ചൊക്കെ ഒന്ന് മാറി വരുന്നുണ്ടായിരുന്നു. പിന്നെ മധുരം തീരെ കുറവായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ഒരു കളറും മധുരവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഇനി മധുരം അധികം വേണ്ട എന്നുള്ളവർക്ക് കഴിക്കാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം, പിന്നെ ഇതൊരു ഓർഗാനിക് ജാഗരി പൗഡർ ആയതുകൊണ്ട് തന്നെ അതിലങ്ങനെ അഴുക്കും പൊടിയും കരടും കല്ലും ഒന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ആ ഒരു ചെറിയ ചൂടായിട്ടുള്ള പായസം തന്നെ സെപ്പറേറ്റ് എടുത്ത് മാറ്റിയിട്ട് അതിൽ ആ ഒരു ശർക്കര പൊടി ജാഗരി പൗഡർ മിക്സ് ചെയ്തിട്ട് വീണ്ടും ആ പായസത്തിലേക്ക് ഞാനത് ചേർത്ത് കഴിഞ്ഞപ്പം അത് പാകത്തിനുള്ള നല്ല മധുരവും ആ ഒരു ശർക്കര പായസത്തിൻ്റെ ആ പ്രഥമൻ്റെ കളറൊക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത്രയും കുറുകി നമുക്കിപ്പോൾ പെട്ടെന്ന് അന്നേരം തന്നെ കഴിച്ചു തീർക്കാനാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിൽ മതി. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസായ രീതിയിലും പായസം റെഡി ആയിട്ടിരിക്കാം. ഇപ്പം നമുക്ക് കഴിക്കാനായിട്ട് ഇത് നല്ലൊരു കൺസിസ്റ്റൻസി തന്നെയാണ്. കഴിഞ്ഞ വർഷമാണെങ്കിലും ഞാൻ ഇതുപോലെ പിള്ളാരോണത്തിന് ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പായസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊന്നും അധികം പിള്ളാരോണമൊക്കെ നമ്മൾ നാട്ടിൽ നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു ചടങ്ങൊക്കെ ആയിരുന്നല്ലോ. കർക്കിടകത്തിലെ തിരുവോണം പിള്ളേർക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓണമായിട്ടും അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി പരിപ്പും പ്രഥമനും പപ്പടവും ഒക്കെ ചേർത്ത് ഊണൊക്കെ സദ്യയൊക്കെ ഒരുക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങനെ കാണുന്നില്ല അധികം. പിള്ളാരോണത്തിൻ്റെ വിഭവങ്ങളോ പിള്ളാരോണത്തിനെ പറ്റിയുള്ളതോ ഒന്നും. ഈ ഒരു കർക്കിടക മാസം ആകുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ആണ്, ഓണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. പിള്ളാരോണം കഴിഞ്ഞ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ ഒരു ദിവസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിലും അപ്രതീക്ഷിതമായിട്ട് പണ്ടത്തെ 2018 ഉണ്ടായ പോലുള്ള മഴയും വെള്ളപ്പൊക്കവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പോസ്റ്റ് ചെയ്യാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടും ഇപ്പം ഓഗസ്റ്റിൽ കുറച്ച് നേരത്തെയാണല്ലോ ഓണം വരുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് നല്ല മാങ്ങ അവൈലബിൾ ആണെങ്കിൽ ഇത്തവണ ഓണത്തിന് മാങ്ങാ പ്രഥമനും ഉണ്ടാക്കി നോക്കാവുന്നതാണ് നമുക്ക്.